എൻ്റെ ക്യാപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇനി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇനി വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു കാലാവധി മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇനി വില വർദ്ധിപ്പിക്കില്ല എന്ന് പറയാൻ കാരണം പെട്രോളിനും ഗ്യാസിനും ഇനി വില കൂട്ടില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇനി വില കൂട്ടില്ല എന്ന് പറയാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് വളരെ സിമ്പിൾ ലോജിക്കാണ്. അതായത് വരുന്ന മെയ് മാസത്തോടു കൂടിയിട്ട് ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇനി വെറും 2 മാസത്തെ ഏകദേശം 2 മാസത്തെ കാലാവധി മാത്രമേ ബാക്കിയുള്ളൂ. സ്വാഭാവികമായിട്ടും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചാൽ പെട്രോളിന് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതൊരു ജനവിരുദ്ധ തീരുമാനമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു ഭരണാധികാരിയും പെട്രോളിന് വില വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല തെരഞ്ഞെടുപ്പ് കഴിയും വരേക്കും. പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ ക്യാപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇനി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇനി വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു കാലാവധി മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇനി വില വർദ്ധിപ്പിക്കില്ല എന്ന് പറയാൻ കാരണം BJP നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തുള്ള മതേതര പാർട്ടികളുടെ എതിർക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനയാണ്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്നത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവരാണെങ്കിൽ അവർ ഒരു കാരണവശാലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ തന്നെ വിവിധ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരും കരുതുന്നത് NDA മുന്നണി തന്നെ വീണ്ടും തുടർഭരണത്തിൽ അല്ലെങ്കിൽ ഭരണത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള ധാരണയിലാണ് പൊതുജനങ്ങൾക്കൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 37.36% വോട്ടാണ് ലഭിച്ചത്. പക്ഷെ അവർക്ക് NDA മുന്നണിക്ക് സീറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 65.19 സീറ്റുകൾ അവർക്ക് ലഭിച്ചു. അതിന് കാരണം NDAക്ക് പുറത്തുള്ളവർ പല കക്ഷികളായി മത്സരിച്ച് BJPക്ക് ജയിക്കാനുള്ള അവസരമാണ് ഒരുക്കി കൊടുത്തത്. അതായത് ഭൂരിപക്ഷം വോട്ട് BJPക്ക് പുറത്താണ്. പുറത്തുള്ളവർ ഒന്നിച്ചാൽ BJP പുറത്താവും. എന്ന് മാത്രമല്ല, അന്ന് മത്സരിച്ച കൂട്ടത്തിൽ ശിവസേന ഉൾപ്പെടെയുള്ള കക്ഷികൾ ചേർന്നാണ് കഴിഞ്ഞ തവണ BJP അല്ലെങ്കിൽ NDA മത്സരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കക്ഷിയായ ശിവസേന ഉൾപ്പെടെയുള്ളവർ പലരും പുറത്താണ്. എന്ന് മാത്രമല്ല, അന്ന് പുറത്തുണ്ടായിരുന്നവർ വിവിധ കക്ഷികളായി മത്സരിച്ചവരൊക്കെ തന്നെ സമാജ്വാദി പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ആം ആദ്മി പാർട്ടി ആയാലും ഒക്കെ തന്നെ പ്രാദേശികമായി ഒന്നിച്ച് മത്സരിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങൾ. അത് NDAയുടെ വിജയ സാധ്യത കുറയ്ക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിവിധ പാർട്ടികളുടെ വോട്ട് ഷെയർ, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില, തുടർന്ന് പല സംസ്ഥാനത്തും നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ഒരു പ്രധാന പ്രശ്നമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന സംസ്ഥാന നിയമസഭയിലേക്കും ലോകസഭയിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ. ഇതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹിന്ദി ഹൃദയഭൂമിയിലെ 225 സീറ്റിൽ 203 സീറ്റും BJPയാണ് ജയിച്ചത്. എന്നാൽ 2024 ഇക്കാര്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. UPയുടെ സ്ഥിതി എടുക്കാം. UPയിലുള്ള ആകെ 80 സീറ്റിൽ 62 സീറ്റാണ് BJP നേടിയത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41% വോട്ട് മാത്രം കിട്ടിയ BJPക്ക് ഇത്തവണ ആ സീറ്റുകൾ നിലനിർത്താൻ സാധ്യതയില്ല. കാരണം നേരത്തെ പറഞ്ഞ വിവിധ കക്ഷികൾ തമ്മിലുള്ള ഐക്യത്തോടെയുള്ള BJPക്കെതിരായിട്ടുള്ള നിൽപ്പ്. ആ കണക്കിന് BJPക്ക് 33 സീറ്റിൽ കൂടുതൽ ലഭിക്കാൻ സാധ്യതയില്ല. പിന്നെ തൊട്ടടുത്തുള്ളത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 48ൽ 23 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ശിവസേനയ്ക്ക് 18 സീറ്റ്, മൊത്തം 31 സീറ്റ് ലഭിച്ചു. പക്ഷേ ഇത്തവണ 20 സീറ്റിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല. തൊട്ടടുത്ത് കിടക്കുന്നത് ബീഹാറാണ്. 40 സീറ്റുകളുള്ള ബീഹാറിൽ 17 സീറ്റ് BJPക്കും NDAക്ക് 39 സീറ്റും ലഭിച്ചു. പക്ഷേ ഇത്തവണ 20ൽ കൂടുതൽ കിട്ടാൻ അവിടെ സാധ്യതയില്ല. പിന്നെ വെസ്റ്റ് ബംഗാൾ നമുക്കറിയാം. തൃണമൂൽ കോൺഗ്രസിന് വളരെയധികം സ്വാധീനമുള്ള വെസ്റ്റ് ബംഗാളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 18 സീറ്റിൽ ഒരു സീറ്റ് അവർക്ക് ഉപതെരഞ്ഞെടുപ്പ് നഷ്ടപ്പെടുക പോലും ചെയ്തു. ഇത്തവണ BJPക്ക് 16 സീറ്റ് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെയുള്ള മധ്യപ്രദേശിൽ 29 സീറ്റാണുള്ളത്. 28ലും കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ചാണ്. ഇത്തവണ അവിടെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. 16 സീറ്റ് മാത്രം കിട്ടാൻ സാധ്യതയുള്ളൂ. കർണാടകയിൽ നമുക്കറിയാം 28ൽ 25 സീറ്റും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ലഭിച്ചെങ്കിൽ ഇത്തവണ കോൺഗ്രസിന് വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. BJP അല്ലെങ്കിൽ NDA എന്ത് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാലും 10 സീറ്റിൽ കൂടുതൽ ലഭിക്കാൻ സാധ്യതയില്ല. ഗുജറാത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 26 സീറ്റും BJP നേടിയതാണ്.
പക്ഷേ അവിടുത്തെ പ്രത്യേകത ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വ്യത്യസ്ത ചേരിയിൽ നിന്നാണ് മത്സരിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. നിലവിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ യോജിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും 26 സീറ്റ് BJPക്ക് ലഭിക്കാൻ സാധ്യതയില്ല. ഏറിയാൽ 15 സീറ്റേ അവിടെ ലഭിക്കുകയുള്ളൂ. രാജസ്ഥാനിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടുവെങ്കിലും BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം 24 സീറ്റ് നേടിയ സ്ഥാനത്ത് ഇന്ന് അവർക്ക് കോൺഗ്രസിന് 39.55 വോട്ട് അവിടെ ഇപ്രാവശ്യം ശതമാനം വോട്ട് ലഭിച്ചിട്ടുണ്ട്. BJPക്ക് 15 സീറ്റിൽ കൂടുതൽ രാജസ്ഥാനിൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അവിടെ പ്രാദേശിക പ്രശ്നങ്ങളും വേറെയുണ്ട്. പിന്നെ ഒന്നുള്ളത് ആന്ധ്രാപ്രദേശാണ്. തൊട്ട് പിന്നിൽ കിടക്കുന്ന ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് അതുപോലെ തന്നെ TDP രണ്ടു പ്രബല കക്ഷികളാണ്. കോൺഗ്രസിന് വളരെ ശക്തി കുറഞ്ഞ ഒരു സംസ്ഥാനമാണ്. BJP ഒരുപക്ഷെ YSR കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ TDPയുമായിട്ടോ കൂട്ടുചേരാം. NDAയിൽ അവരൊക്കെ ഇതിലേതെങ്കിലും ഒരു കക്ഷി ചേരാൻ സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും 15 സീറ്റിൽ കൂടുതൽ ആന്ധ്രാപ്രദേശിന് കിട്ടാൻ സാധ്യതയില്ല. ബിജു ജനതാദളിന് സ്വാധീനമുള്ള ഒഡീഷയിലെ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ സ്വാഭാവികം ഈ അടുത്ത കാലത്തുണ്ടായ ചില രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു ജനതാദൾ ഒഡീഷയിൽ BJP ആയിട്ട് അല്ലെങ്കിൽ NDAയിൽ ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അവിടെ BJPക്ക് കുറച്ച് മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് 20 സീറ്റോളം എന്തായാലും ഒഡീഷയിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒന്നുള്ളത് തെലങ്കാനയിൽ ഈ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു ശക്തിയായിട്ട് കോൺഗ്രസ് അവിടെ മാറിയിട്ടുണ്ട്. അവിടെ TRSുമായിട്ട് BJP സഖ്യമുണ്ടാക്കിയാൽ പോലും NDAക്ക് 17 സീറ്റിൽ ആകെയുള്ള 17 സീറ്റിൽ 7 സീറ്റിൽ കൂടുതൽ ലഭിക്കില്ല. പിന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ശക്തി നമ്മൾ കണ്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അവിടെ കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രമേ BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അതുപോലും ലഭിക്കാൻ സാധ്യതയില്ല. മറ്റൊന്ന് ഛത്തീസ്ഗഡിൽ 15 സീറ്റാണ്. 15 സീറ്റിൽ 9 സീറ്റ് BJPക്ക് ലഭിച്ചിരുന്നു. നിയമസഭാ വോട്ടെണ്ണലിന് ശേഷം 4% വോട്ടാണ് മറ്റ് കക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJPക്ക് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 7 സീറ്റ് കിട്ടാൻ സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. ഹരിയാനയിൽ 10ൽ 10 സീറ്റ് നേടിയ BJP ഇത്തവണ ഏറിയാൽ 7 സീറ്റേ ലഭിക്കുള്ളൂ. മറ്റൊന്ന് ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റാണ് BJPക്ക് ലഭിക്കാൻ സാധ്യതയുള്ള. മറ്റൊന്ന് അവസാനമായിട്ട് പറയാനുള്ളത് ഹിമാചൽ പ്രദേശിലെ കാര്യമാണ്. ഹിമാചൽ പ്രദേശിൽ 4 സീറ്റും BJP നേടിയിരുന്നു. ഇത്തവണ 2 ലഭിച്ചാൽ വളരെ വലിയ നേട്ടമായിരിക്കും. പിന്നെ പൊതുവെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ NDAയിലും അല്ലെങ്കിൽ ഇന്ത്യയിലും പെടാത്ത പല കക്ഷികളും പ്രാദേശിക കക്ഷികളുണ്ട്. YSR പാർട്ടി കോൺഗ്രസ്, TDP, ഭാരതീയ TRS പോലുള്ള കക്ഷികൾ, ഇത്തരം കക്ഷികൾ, അതുപോലെ തന്നെ ഒഡീഷയിൽ BJP കിട്ടുന്ന മുന്നേറ്റം, ഇതൊക്കെ നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിശകലനത്തിൽ മറ്റൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് കേരള, തമിഴ്നാട്, പഞ്ചാബ്, ഡൽഹി ഇത്തരം ഇടങ്ങളിലൊന്നും തന്നെ BJPക്ക് ഒരു സീറ്റ് പോലും നൽകാൻ കഴിയില്ല. ഇതാണ് ഈ വിശകലനത്തെക്കുറിച്ച് ഏകദേശം ധാരണയായിട്ട് പറയാനുള്ളത്. നമുക്കൊന്ന് ടോട്ടലൊന്ന് കൂട്ടി നോക്കാം. UPയിൽ 33 സീറ്റാണ് കിട്ടാൻ സാധ്യത. മഹാരാഷ്ട്രയിൽ 20 സീറ്റ്, ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ 16 സീറ്റ്, ബീഹാറിൽ 20 സീറ്റ്, മധ്യപ്രദേശിൽ 16 സീറ്റ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് 15 സീറ്റ് വീതം, ഒഡീഷ 20 സീറ്റ്, തെലങ്കാന 7 സീറ്റ്, ആസാമിൽ 9 സീറ്റ്, ജാർഖണ്ഡിൽ, ഛത്തീസ്ഗഡ്, ഹരിയാന 7 വീതം, ഉത്തരാഖണ്ഡ് 3 സീറ്റ്, ഹിമാചലിൽ 2 സീറ്റ്. അങ്ങനെ മൊത്തം NDAക്ക് കിട്ടാൻ സാധ്യതയുള്ളത് 212 സീറ്റാണ്. 212 എന്നുള്ള 213, 14, 15, അതുപോലെ 30 വരെയൊക്കെ പോകാം. പക്ഷേ ഈ വേറൊന്നുകൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാണ്ട്, അതായത് ഈ 1ഉം 2ഉം സീറ്റുകളുള്ള 14 സംസ്ഥാനങ്ങളോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് അരുണാചൽ പ്രദേശ്, മേഘാലയ, ഗോവ, ത്രിപുര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ. ഈ 14 സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലായിട്ട് 19 സീറ്റുകളുണ്ട്. ഈ 19 സീറ്റുകൾ നമുക്ക് NDAക്ക് തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാം, വെറുതെ കണക്ക് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആണെങ്കിൽ പോലും ഈ 212 സീറ്റും 19 സീറ്റും കൂട്ടി കഴിഞ്ഞാൽ 231 സീറ്റേ വരുന്നുള്ളൂ. BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് 70, BJPക്ക് മാത്രമല്ല ഏതൊരു പാർട്ടിക്കാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് 272 സീറ്റ് വേണം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 231 സീറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും BJP NDA മുന്നണി തുടർന്ന് അധികാരത്തിൽ വരാൻ സാധ്യത തീരെയില്ല. അതുകൊണ്ട് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇനി വില വർദ്ധിക്കാൻ സാധ്യതയില്ല. പിന്നെ BJPയുടെ പ്രചരണ തന്ത്രങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ എന്താണ്, 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നു. K. സുരേന്ദ്രൻ തന്നെ 2 ഇടത്ത് മത്സരിക്കുകയും ഹെലികോപ്റ്റർ വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയെങ്കിലും ജയിക്കും എന്നുള്ളൊരു പ്രതീതി അവർ എല്ലാ സമയത്തും സൃഷ്ടിക്കാറുണ്ട്. തൃശ്ശൂർ സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം ജയിക്കും എന്നുള്ള ധാരണ, തൃശ്ശൂർ ഞാൻ എടുക്കുകയാണെന്നടക്കം പറഞ്ഞു.
പക്ഷേ നമുക്കറിയാം 3-ാം സ്ഥാനത്തേക്ക് പോയി. സുരേന്ദ്രൻ തന്നെ 2 മത്സരിച്ച് തോറ്റു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. 35 സീറ്റ് കിട്ടിയാൽ നമ്മൾ മന്ത്രിസഭ രൂപീകരിക്കുന്നവർക്ക് ഉള്ള താമരയുടെ തണ്ട് പോലും ചീഞ്ഞൊടിഞ്ഞു വാടിപ്പോകുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു പ്രചരണം ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കഴിഞ്ഞ 2019-ലും 2014-ലൊക്കെ തന്നെ ഒരു പ്രത്യേക തരത്തിൽ ജനങ്ങളുടെ വൈകാരികത സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതാണ്. ഇപ്പോൾ സർജിക്കൽ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ആ തുറുപ്പുചീട്ട് എങ്ങനെ ജനങ്ങളെ ബാധിക്കുന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ല. കാരണം ഏത് തുറുപ്പുചീട്ടാണ് BJP പോലുള്ള ഒരു കക്ഷി ജനങ്ങൾക്ക് മുമ്പാകെ എറിഞ്ഞു കൊടുക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതിൻ്റെ വിജയവും എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം സർജിക്കൽ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രവചനങ്ങളൊക്കെ തന്നെ, ഈ അവലോകനങ്ങളൊക്കെ തന്നെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം കൃത്യമായ അവലോകനം നടത്തുകയാണെങ്കിൽ അടുത്ത തവണ BJP തുടർന്നും അധികാരത്തിൽ വരാൻ സാധ്യത ഇല്ല. 2024 മതേതരത്വത്തിൻ്റെ ഒരു പ്രതീക്ഷയുടെ വർഷമായിട്ട് നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.